എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്ട്രെയിറ്റ് ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഫൈനൈറ്റ്ലി ലാർജ് ആയിട്ടുള്ള ഒരു ചാർജ്ഡ് ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു സ്പെരിക്കൽ കണ്ടക്ടർ, അതായത് കണ്ടക്റ്റിംഗ് സ്പിയറിൻ്റെ ഒരു ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് രണ്ടാമത്തെ കൺസെപ്റ്റ്, അതായത് എഴുതിക്കോളൂ. രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇത് എഴുതിയെടുക്കണേ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫൈനൈറ്റ്ലി ലാർജ് ഷീറ്റ് ഓഫ് ചാർജ്. നേരത്തെ ലാർജ് കണ്ടക്ടർ, സ്ട്രെയിറ്റ് ലൈൻ ലീനിയർ കണ്ടക്ടർ ആയിരുന്നു എടുത്തത്. ഇപ്പം ലാർജ് ഷീറ്റ് ഓഫ് ചാർജ് ആണ് എടുക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു പടം വരയ്ക്കുകയാണ്. നോക്കിക്കോളൂ, നമ്മൾ ഒരു പടം ഇങ്ങനെ വരയ്ക്കുന്നു. നമ്മൾ ഒരു ഷീറ്റ് ഓഫ് ചാർജ് കൺസിഡർ ചെയ്യുന്നു. ഇത് ഇൻഫൈനൈറ്റ്ലി ലോങ് ആണ്, ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നതേ ഉള്ളൂ. ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലാർജ് ആയിട്ടുള്ള ഒരു ഷീറ്റ് ഓഫ് ചാർജ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിലെല്ലാം എന്തുണ്ട്? +q ചാർജ് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തോണം. അപ്പം ഇതിന് എന്തായാലും ഗോസസ് തിയറം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിനും സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഞാൻ മൊത്തത്തിൽ വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ അങ്ങ് വരയ്ക്കുകയാണ്. സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ് ഞാൻ വരയ്ക്കുകയാണ്, ഇങ്ങനെ അങ്ങ് വരയ്ക്കുകയാണ്. ഓക്കെ, ശരിക്കും ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് ആണ് വരയ്ക്കേണ്ടത്. അപ്പം അത് അങ്ങനെ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഇത്രയും വരച്ചാലും മതി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സിലിണ്ടറിക്കൽ സർഫസ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഞാൻ 3 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ അതിന് 3 സർഫസ് ഉണ്ട്. അപ്പം 3 സർഫസിലെയും ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്നിട്ട് അത് നമ്മുടെ ഗോസസ് തിയറവുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളിത് എഴുതേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതിൻ്റെ സിലിണ്ടറിൻ്റെ ടോപ്പ് സർഫസിൽ ഒരു ചെറിയ സർഫസ് DS1 എന്ന് പറയുന്നൊരു സർഫസ് എടുത്തു. അതിൻ്റെ കേർവ്ഡ് സർഫസിൽ DS2 എന്ന് പറയുന്നൊരു സർഫസ് എടുത്തു. അതേപോലെ തന്നെ അതിൻ്റെ ബോട്ടം സർഫസിൽ, ഇത് ടോപ്പ് സർഫസ്, ബോട്ടം സർഫസിൽ DS3 എന്ന് പറയുന്നൊരു ചെറിയ സർഫസ് കൺസിഡർ ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനിയും കഴിഞ്ഞതിനെ പോലെ കൺസിഡർ എന്നൊന്നും പറഞ്ഞ് എഴുതേണ്ട ആവശ്യമില്ല. ഇനി എന്ത് എഴുതിയാൽ മതി? ഇങ്ങനെ എഴുതാം, ലെറ്റ് DS1B, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതാം, കൺസിഡർ. അത് വേണമെങ്കിൽ ഒന്ന് എഴുതി, കൺസിഡർ ആൻ ഇൻഫൈനൈറ്റ്ലി ലോങ് charged sheet of surface charge density sigma. ഓക്കെ ആണല്ലോ. ഓക്കെ, തൽക്കാലം അത് എഴുതിയിട്ട് ഇനി ഇങ്ങനെ എഴുതുക. കൺസിഡർ എ cylindrical Gaussian surface. Consider a cylindrical Gaussian surface. Gaussian surface. ഇതൊക്കെ നമുക്ക് തന്നെത്താൻ എഴുതാം. ഞാൻ ഈ പറയുന്ന പോലെ തന്നെ എഴുതണമെന്നൊന്നുമില്ല. സർഫസ് എന്ന് എഴുതുന്നു. ഇനി നമുക്ക് അത് മതി. എന്നിട്ട് നമുക്ക് എഴുതാം, അതായത് ലെറ്റ് DS1B, let DS1B a small area on the top of Gaussian surface. Top of Gaussian surface, and D5 എന്ന് എടുക്കാം. D5 be the flux through that area. that area. അതായത് ഞാൻ കൺസിഡർ ചെയ്ത ഈ ഭാഗത്ത് കൺസിഡർ ചെയ്ത ഈ ഭാഗത്തൂടെ പോകുന്ന ഫ്ലക്സ് ആണ് D5 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ സച്ച് ദാറ്റ് നമുക്ക് എന്തെന്നെടുക്കാം? D5 is equal to E.DS1 cos θ എന്ന് എടുക്കാം. അപ്പം തീറ്റ നമുക്ക് കണ്ടുപിടിക്കണം.
തീറ്റ നോക്കിയേ, ഇപ്പം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോക്കിയേ, ഈ സർഫസിലുള്ള ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഈ സർഫസിലുള്ള ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇതുണ്ട്, ഇങ്ങനെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് പോകുന്നുണ്ടാകുക. ആണോ? ആണെന്ന് വിചാരിച്ചോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരൊറ്റ ലൈൻ മാത്രം തന്നെ ഇങ്ങോട്ടേക്കൊന്ന് വരയ്ക്കുക. അതായത് തന്നെ ഇങ്ങനെ, എന്നിട്ട് അതിനെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക, ഇലക്ട്രിക് ഫീൽഡ്. അതേപോലെ തന്നെ ഞാൻ പഠിപ്പിച്ചായിരുന്നു, ഒരു ഏരിയ ഒരു വെക്ടറാണ്. അപ്പോൾ ഏരിയ വെക്ടറുടെ ഡയറക്ഷൻ എപ്പോഴും ആ പ്ലെയിൻ ഇരിക്കുന്നതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ DS1 ടോപ്പ് സർഫസ് ആണ്, അപ്പോൾ മുകളിലോട്ട് തന്നെയായിരിക്കും ആ DS1ൻ്റെ ഡയറക്ഷൻ. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് തീറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും. cos 0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇത് ആ പടത്തിനകത്ത് തന്നെ റെപ്രസെൻറ്റ് ചെയ്യണം. എന്നിട്ട് താഴോട്ട് വരിക, എന്നിട്ട് ഇവിടെ cos തീറ്റ ആണെന്ന് നമുക്കറിയാം. എന്നിട്ട് നമുക്കറിയാം തീറ്റ ഈസ് ഈക്വൽ ടു 0, cos 0 ഈസ് ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് d∅1 ഈസ് ഈക്വൽ ടു E ഡോട്ട് DS1 ഇൻറ്റു 1 എന്ന് എടുക്കാം. അപ്പം ഇൻ ഓർഡർ ടു ഫൈൻഡ് ടോട്ടൽ ഫ്ലക്സ്, in order to find total flux, എന്ത് ചെയ്യണം? we need to integrate above equation. എവിടത്തെ ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ ഇപ്പോൾ തന്നെ ഈ ടോപ്പ് സർഫസിൻ്റെ ഒരു ചെറിയ ഏരിയയുടെ ഫ്ലക്സ് ആണ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് d∅1. എനിക്ക് ഇവിടെ ഈ സർഫസ് എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, ഇത് ഫുള്ളുണ്ട്. അപ്പോൾ ഈ ഫുൾ ഇതിൻ്റെ സർഫസിൻ്റെ ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പം ഞാൻ അതിനുവേണ്ടി in order to find total flux we need to integrate. ഇതൊന്നും പരീക്ഷയ്ക്ക് എഴുതണ്ട കേട്ടോ, ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് in order to find total flux ഇൻ്റഗ്രൽ എന്ന് കിട്ടുമെന്ന് എഴുതിയാൽ മതി. we need to integrate the above equation. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ d∅1 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ E ഡോട്ട് DS1 എന്ന് എഴുതാം. നമുക്കറിയാം ഇലക്ട്രിക് ഫ്ലക്സ് ഇവിടെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് d∅1ൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ∅1 ആയിരിക്കും കിട്ടുക. ∅1 ഈസ് ഈക്വൽ ടു E പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ DS1 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇൻ്റഗ്രൽ DS1 എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇതുപോലെ കുറേ DS1 ചേരുന്നതല്ലേ ഇതിൻ്റെ ടോപ്പ് സർഫസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുപോലുള്ള കുറേ DS1 ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ മുകളിലത്തെ ഈ സർക്കുലാർ ഭാഗത്തിൻ്റെ ടോട്ടൽ ഏരിയ അല്ലേ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, ∅1 ഈസ് ഈക്വൽ ടു E ഇൻറ്റു πr² എന്നായിരുന്നു വരേണ്ടത്, നമ്മൾ അതിനെ സിംപ്ലി എ എന്ന് എടുക്കുന്നു. എന്നിട്ട് സൈഡിലോട്ട് എഴുതണം ഇൻ്റഗ്രൽ DS1 എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റഗ്രൽ DS1 എന്ന് പറയുമ്പോൾ ഏരിയ ടോപ്പ് ഏരിയ അല്ലെങ്കിൽ ടോട്ടൽ ഏരിയ ഓഫ് ടോപ്പ് ഓഫ് ഗോഷ്യൻ സർഫസ് എന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടേക്കണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് കൺസിഡർ ചെയ്യാം. അടുത്തൊരു സർഫസ് നോക്കിയേ, അടുത്ത DS2 ആണ്. അപ്പം DS2ൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ DS2ലും ഉള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ട് തന്നെയാണ്? അവിടെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് വ്യത്യാസമൊന്നുമില്ല. അവിടത്തെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇവിടുന്ന് മുകളിലോട്ടാണ്. DS2ൻ്റെ ഡയറക്ഷൻ മുകളിലോട്ടാണ്. അപ്പോൾ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 90 ആണ്, cos 90 എന്ന് പറയുന്നത് 0 ആണെന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പം അത് എഴുതുകയാണ്, അതിനെപ്പറ്റി എഴുതുകയാണ് നമ്മൾ. എന്താ? ലെറ്റ് അതേപോലെ ലെറ്റ് DS2 ബി എ സ്മോൾ ഏരിയ ഓൺ ദ curved surface of cylinder and d∅2 be the flux through that area, through that area such that നമുക്ക് എന്തെന്ന് എഴുതാം? such that d∅2 is equal to E ഡോട്ട് DS2 cos θ. ഇവിടെ തീറ്റ 90 ഡിഗ്രി ആണ്, cos 90 0 ആയതുകൊണ്ട് ഇത് കംപ്ലീറ്റ്ലി 0 ആയി പോകുന്നുള്ള കാര്യം ആലോചിക്കുക. d∅2 is equal to E ഡോട്ട്
ds2 cos 90 വരുന്നു. അങ്ങനെയാണെങ്കിൽ d phi 2 ഈസ് ഈക്വൽ ടു 0 വരുന്നു. അങ്ങനെയാണെങ്കിൽ d phi 2 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഫൈ ആ വരേണ്ടത്. കേർഡ് സർഫസിൽ ടോട്ടൽ ഫൈ എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? അപ്പോൾ അതിന് നമ്മൾ ഫൈ 2 എന്നങ്ങ് എഴുതിയാൽ മതി. ഇനിയിപ്പോൾ ഒന്നും എഴുതണം. ശരിക്കും എഴുതണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതണമായിരുന്നു. ഇൻ്റഗ്രൽ d phi 2 ഈസ് ഈക്വൽ ടു 0 എന്ന് വരുന്നു. അപ്പോൾ ഫൈ 2 ഈസ് ഈക്വൽ ടു എന്ന് വരുന്നു 0. അങ്ങനെ ഒന്നും എഴുതണ്ട. ജസ്റ്റ് d phi 2 0 ആണെങ്കിൽ പിന്നെ ഫൈ 2 എന്തായിട്ട് മാറും? ഫൈ 2ഉം 0 ആയിരിക്കും. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, ഫൈ 2 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത സർഫസ് കൺസിഡർ ചെയ്യാണ് ds3. ഈ ds3യിൽ നോക്കിയോ, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് മാത്രമല്ല, ഇവിടെ 90 ഡിഗ്രി ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടല്ല ഇവിടെ. കാരണം ഇത് ഒരു തിൻ സർഫസ് ആയതുകൊണ്ട് തന്നെ ചാർജിന് ഇങ്ങോട്ടേക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇങ്ങോട്ടേക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പോൾ ഇവിടുത്തെ ഈ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇവിടെ ഒന്ന് ഇങ്ങോട്ടേക്കായിരിക്കും. അത് ഒന്ന് വരച്ചു വെച്ചേക്കുക, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അതേപോലെ തന്നെ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ds3യുടെ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 0 വരും, cos 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇത് തന്നെ കൺസിഡർ ചെയ്യാൻ പോവാണ്. നോക്കിക്കോളൂ, 3 പ്രാവശ്യം എഴുതണം. 3 പ്രാവശ്യം എഴുതാം. അത് എഴുതി പഠിച്ചിട്ട് 3 പ്രാവശ്യം എഴുതി പഠിച്ചിട്ട് അതിനെ കാണിച്ചിട്ട് പോകാം. 3 പ്രാവശ്യം, 3 ആ തെറ്റിയത്. ഓക്കെ, ഇവിടെ നോക്കിയോളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം. ലെറ്റ് d phi 3 be the അല്ല BA മുകളിലത്തെ തന്നെ BA സ്മോൾ ഏരിയ ഓൺ ദ ബോട്ടം സർഫസ് അല്ലെങ്കിൽ ഓൺ ദ ബോട്ടം ഓഫ് സിലിണ്ടർ. സിലിണ്ടറിക്കൽ സർഫസ് എന്നോ എങ്ങനെ വേണേൽ എഴുതാൻ കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ തന്നെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. സിലിണ്ടറിക്കൽ സർഫസ് അങ്ങനെയാണെങ്കിൽ എന്താ ആൻഡ് സോറി ds3 ആണ് കേട്ടോ, d phi 3 അല്ല, ds3 ആണേ. ds3 be a small area and d phi 3 be the flux through that area such that നമുക്ക് എന്താണെന്ന് എഴുതാം? such that d phi 3 is equal to e dot ds3 cos theta. ഇവിടെ തീറ്റ 0 ആണെന്ന് നമുക്കറിയാം, cos 0 എന്ന് പറയുന്നത് 1 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് d phi 3 is equal to e dot ds3 into 1 എന്ന് എഴുതാം. ഇനി നമുക്കിപ്പം ആ ചെറിയ ഏരിയയിലെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കണ്ടോ, ഇത്രയും ഏരിയയുടെ ഫ്ലക്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതുപോലെ കുറേ ഏരിയ ചേരുന്നതാണ് ഈ ബോട്ടം സർഫസ് എന്ന് പറയുന്നത്. അപ്പം ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെ ഇനിയും അത് നീട്ടിയൊന്നും എഴുതണ്ട. therefore എന്നിട്ടിട്ട് ഇൻ്റഗ്രൽ d phi 3 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ e ഡോട്ട് ds3 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ phi 3 ഈസ് ഈക്വൽ ടു എന്താണ്? ഈ പുറത്തെടുത്തിട്ട് ഇൻ്റഗ്രൽ ds3 എന്ന് കൊടുക്കാം. നേരത്തെ പോലെ എന്താണ് ഇൻ്റഗ്രൽ ds3 എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? ടോട്ടൽ ഏരിയ ഓഫ് ബോട്ടം സർഫസ് ഓഫ് സിലിണ്ടർ. ബോട്ടം സർഫസ് ഓഫ് എന്താണ്? ഞാൻ നേരത്തെ എഴുതിയത് എന്താണോ അതേപോലെ തന്നെ എഴുതിയാൽ മതി. എന്തുവായിരുന്നു ഞാൻ എഴുതിയത്? മാറ്റമൊന്നും കൊടുക്കണ്ട. ടോട്ടൽ ഏരിയ ഓഫ് ദി ടോപ്പ് ഓഫ് ഗോഷ്യൻ സർഫസ്. അപ്പോൾ ഇതെന്താ? ടോട്ടൽ ഏരിയ ഓഫ് ദ ബോട്ടം ഓഫ് ഗോഷ്യൻ സർഫസ് ഒന്നും കൊടുത്താൽ മതി. ടോട്ടൽ ഏരിയ ഓഫ് ബോട്ടം ഓഫ് ഗോഷ്യൻ സർഫസ് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്താണെന്ന് എടുക്കാം? E ഇൻറ്റു എ എന്നങ്ങ് എടുക്കാം. പൈ ആർ സ്ക്വയർ എന്ന് എടുക്കുന്നില്ല, എ എന്നങ്ങ് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിനിയും ഈ 3 സർഫസിൽ കൂടെ പോകുമ്പം എന്താ? 3 സർഫസിലെ ഫ്ലക്സും കൂടെ ടോട്ടൽ ചെയ്യണം ഇല്ലേ? എന്നാലേ ടോട്ടൽ ഫ്ലക്സ് ആകത്തുള്ളൂ. ടോപ്പ് സർഫസിലുള്ള ടോട്ടൽ ഫ്ലക്സ് പ്ലസ് കേർഡ് സർഫസിലൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് പ്ലസ് ബോട്ടം സർഫസിലൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ്. അപ്പോൾ അതിങ്ങനെ എഴുതാം: in order to find total flux of the entire Gaussian surface എന്തെന്ന് എഴുതാം?
നമുക്ക് ഇങ്ങനെ എഴുതാം, ഫൈ ടോട്ടൽ ഈസിക്കൽ ടു എന്തെന്ന് എഴുതാം, ഫൈ ടോട്ടൽ ഈസിക്കൽ ടു എന്താ, φ1 പ്ലസ് φ2 പ്ലസ് φ3 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ φ1 എന്ന് പറയുന്നത് EA ആണ്, φ2 എന്ന് പറയുന്നത് 0 ആണ്, φ3 എന്ന് പറയുന്നത് EA ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈ ടോട്ടൽ ഈസിക്കൽ ടു 2 ഇൻറ്റു EA എന്ന് എഴുതാം. ഇനിയും എഴുതേണ്ടത് അക്കോർഡിംഗ് ടു ഗോസസ് തിയറം, അക്കോർഡിംഗ് ടു ഗോസസ് തിയറം നമ്മൾ പഠിച്ച എന്താ, ഫൈ ടോട്ടൽ ഈസിക്കൽ ടു എന്താ, ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കണേ. ഫൈ ടോട്ടൽ ഈസിക്കൽ ടു എന്താണെന്നാണ് പഠിച്ചത്, 1/ε0 ഇൻറ്റു Q എന്നാണ് പഠിച്ചത്. ഇത് ഇക്വേഷൻ 2. അങ്ങനെയാണെങ്കിൽ ഓൺ ഇക്വേറ്റിംഗ് ഇതിൻ്റെ രണ്ടിൻ്റെ LHS ഈക്വൽ, രണ്ടും φT ആണ്. അപ്പം ഓൺ ഇക്വേറ്റിംഗ് ഇക്വേഷൻ 1 ആൻഡ് 2, അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ഇൻറ്റു EA ഈസിക്കൽ ടു Q/ε0 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇത് E ആ കണ്ടുപിടിക്കേണ്ടത്, E ഈസിക്കൽ ടു Q ഡിവൈഡ് ബൈ 2A/ε0 എന്ന് വരും. നമുക്കറിയാം ഇത് ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള ലാർജ് ആയിട്ടുള്ളൊരു ഷീറ്റാണ്. ഒരിക്കലും ഇൻഫൈനൈറ്റ്ലി ലാർജ് ആയിട്ടുള്ളൊരു ഷീറ്റിൻ്റെ എഫക്റ്റ്, അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു പോയിന്റിലെ എഫക്റ്റ് ഒരിക്കലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, കാരണം ഇൻഫൈനൈറ്റ്ലി ലോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള ആ ഭാഗത്തിൻ്റെ ചെറിയൊരു സർഫസ് ആണ് കൺസിഡർ, അതിനെ നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്നാണ് പറയുന്നത്, സർഫസ് ചാർജ് ഡെൻസിറ്റി. കാരണം ഇത് വളരെ വലുതാണ്, ഇൻഫൈനൈറ്റാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരു ചാർജ് അല്ലെങ്കിൽ ഷീറ്റ് ഓഫ് ചാർജിൻ്റെ ഈ പോയിന്റിൽ, ഇപ്പോൾ ഇവിടെ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിലൊരു ചെറിയ സർഫസ്, ഒരു യൂണിറ്റ് ഏരിയയിലുള്ള സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്, ഡെൻസിറ്റി മൂലമുണ്ടാകുന്ന കൺസെപ്റ്റാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ലീനിയർ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, E ഈസിക്കൽ ടു സിഗ്മ എ ഡിവൈഡഡ് ബൈ എന്താ 2A/ε0 എന്ന് വരും. സൈഡിലോട്ട് കൊടുത്തോണം വേർ എന്താണ്, Q ഈസിക്കൽ ടു സിഗ്മ എ എന്നുള്ള കാര്യം ഒന്ന് ബ്രാക്കറ്റിൽ കൊടുത്തേക്കാം, സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അവിടുന്ന് എ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ σ/2ε0 എന്ന് വരും. ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഉണ്ടോ? ദേബ്രിയ, ലോവിസ്, ഏബൽ, അഭിരാം. ഓക്കെ, മനസ്സിലായല്ല? ഓക്കെ. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൻ്റെ. അപ്പോൾ അത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ കണ്ടക്റ്റിംഗ് സ്പിയർ ആണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കഴിഞ്ഞ ഡെറിവേഷൻ പഠിപ്പിച്ചപ്പോഴും ഞാനതിൻ്റെ ഫൈനലിൽ ഒരു ചെറുതായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ അത് ഷോർട്ടാക്കി തന്നായിരുന്നു. അപ്പോൾ ഇതും അതേപോലെ തന്നെ എഴുതിയാൽ മതി, ഇങ്ങനെ വലിച്ചു വരി എഴുതണമെന്നൊന്നും ഒരു നിർബന്ധമൊന്നുമില്ല. കാരണം ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് ഈ ഡെറിവേഷനൊന്നും വലിയ കാര്യമല്ലാത്തൊരിതായിട്ട് മാറും. കാരണം ഒത്തിരി ഡെറിവേഷൻസ് നമുക്ക് പഠിക്കും. ഇപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ എട്ട് മറ്റോ ഡെറിവേഷൻ പഠിച്ച്, ചെറുതും വലുതുമായിട്ടൊക്കെ 8ഓ 10ഓ എനിക്ക് കൃത്യം അറിയത്തില്ല, ഓർക്കുന്നില്ല. എനിവേ, ഇനി അടുത്തത് മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് സ്പിയർ അല്ലെ കണ്ടക്ടിങ് സ്പിയർ എന്നൊക്കെ പറയാം കേട്ടോ, സ്പിയർ. അതിനായിട്ട് ഞാനൊരു ചാർജ്ഡ് സ്പിയർ കൺസിഡർ ചെയ്യാണ്. ഒരു ചാർജ്ഡ് സ്പിയർ ഞാൻ വരയ്ക്കുന്നു. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു R ഡിസ്റ്റൻസ് തരും. കാരണം ഇത് കണ്ടക്ടിങ് സ്പിയർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സർഫസിൽ ഫുള്ള് +Q ചാർജ് വരച്ചേക്കണം കേട്ടോ, അത് വരയ്ക്കാൻ വിട്ടുപോയി. അതായത്
കണ്ടക്റ്റിംഗ് സ്പിയർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സർഫസിലെല്ലാം എന്താ, സർഫസിലെല്ലാം പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സർഫസ്, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു സ്മോളാർ ഡിസ്റ്റൻസ് ദൂരെ ഞാൻ എന്ത് ചെയ്യുക, ഒരു ഗോഷ്യൻ സർഫസ്, ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണം. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ പോയിന്റിനെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ എന്ത് വരയ്ക്കണം, ഒരു ഗോഷ്യൻ സർഫസ് വരയ്ക്കണം. അതും ഉറപ്പായിട്ടും എന്താണ്, ഒരു സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ് ആയിരിക്കണം. കാരണം ഇതും സിലിണ്ടറിക്കൽ ആയതുകൊണ്ട് നോർമലായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വന്ന് വീഴണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സർഫസ് എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ അല്ല കേട്ടോ, ഇതും സ്പെരിക്കൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെളിയിലുള്ള ഗോഷ്യൻ സർഫസിൻ്റെയും ഇതെന്തായിരിക്കണം, സ്പെരിക്കൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, 90 ഡിഗ്രിയിൽ ഇത് വന്ന് വീഴത്തുള്ളൂ. ഓക്കെ, ഇതാണ് ഗോഷ്യൻ സർഫസ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഗോഷ്യൻ സർഫസിൽ ഒരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്യണം, ഒരു സ്മോൾ ഏരിയ. ഇതാണ്, അതിനെ DS1 എന്ന് വിളിച്ചു, അപ്പം DS1 എന്ന് വിളിക്കേണ്ട, ഒറ്റ സർഫസ് അല്ലേ ഉള്ളൂ, ഇതിന് DS എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, അഭിരാമനോടാണ് ചോദ്യം. അഭിരാം, ഇതിൻ്റെ DS-ൻ്റെ സർഫസിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് അഭിരാം? അഭിരാം ഇവിടെ ഉണ്ടോ? ഉണ്ട് സർ. ഇങ്ങോട്ടാണോ ABC ഏത് ഡയറക്ഷനിലാണ് ഈ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ? സിയോ? ഓക്കെ, എ ബല് പറയാമോ? എ ആണ്. കാരണം എന്താ, ഏത് സർഫസ് ആണോ കൺസിഡർ ചെയ്യുന്നത് ആ സർഫസ് ഇരിക്കുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ആണോ അഭിരാമേ? ഇവിടെ നിന്ന് ഇങ്ങനെയല്ലേ പോകേണ്ടത്, ഇതല്ലേ പെർപെൻഡിക്കുലർ, ഈ സർഫസിന്റെ പെർപെൻഡിക്കുലർ ഇതല്ലേ? ആണോ അഭിരാം? ഓക്കെ, ഫൈൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നു, ഇത് DS ആണ്. ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോക്കിയേ. ഇപ്പോൾ ഇത് പ്ലസ് ക്യൂ ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എല്ലാം എന്താണ്, ഇതുകൊണ്ട് ഇങ്ങനെയാണ് പോകുന്നത്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എല്ലാം ഇതുകൊണ്ട് ഇങ്ങനെയായിരിക്കും പോവുക, ഇല്ലേ? അപ്പം ഈ സർഫസിൽ കൂടെ പോകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ട് തന്നെയാണ്, ഇങ്ങോട്ടാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയുടെ ഡയറക്ഷനും ഇങ്ങോട്ടാണ്, DS-ൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇവിടുത്തെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ്. അപ്പോൾ cos 0 എന്ന് പറഞ്ഞാൽ എന്താണ്, cos 0 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പോയിന്റിലെ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് ഒരു എക്സ്റ്റേണൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ്, ഒന്ന് സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ്, 2 ഇന്റേണൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ 3 കേസാണ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ആദ്യം കൺസിഡർ ചെയ്യുന്നത് പോയിന്റ് P ഔട്ട്സൈഡ് ദ, അതായത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ സ്പിയർ, ഔട്ട്സൈഡ് ദ സ്പിയർ. അപ്പം നമുക്ക് ഇങ്ങനെ എടുക്കാം, ലെറ്റ് എന്താണ്, ലെറ്റ് DSB be a small area on Gaussian surface and d phi be the flux through it such that നമുക്ക് എങ്ങനെ എടുക്കാം, such that ഇങ്ങനെ എഴുതത്തില്ലയോ, അതായത് d phi is equal to EDS cos theta. നമുക്കറിയാം തീറ്റ ഈസ് ഈക്വൽ ടു 0 ആണ്, cos 0 എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എടുക്കാം, d phi ഈസ് ഈക്വൽ ടു EDS ഇൻറ്റു 1 എന്ന് എടുക്കാം. ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി ടു ഫൈൻഡ് ടോട്ടൽ ഫ്ലക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതൊന്നും ചെയ്യണ്ട, ഇങ്ങനെ അങ്ങ് ഇൻ്റഗ്രൽ d phi ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ E ഡോട്ട് DS. അങ്ങനെയാണെങ്കിൽ ഇവിടെയും d phiയുടെ ടോട്ടൽ എടുക്കുമ്പോൾ d phiയുടെ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ ഫൈ ടോട്ടൽ വരുന്നുണ്ട്. ഫൈ ഈസ് ഈക്വൽ ടു ഈ കോൺസ്റ്റൻറ്റ് പുറത്തിറക്കി ഈ ഇൻ്റഗ്രൽ DS. ഈ DS എന്ന് പറയുമ്പം ആ വെളിയിലുള്ള ഈ സർഫസിൻ്റെ ചെറിയൊരു സർഫസിൻ്റെ ഏരിയ അല്ലേ, ഇതുപോലെയുള്ള കുറേ സർഫസ് ചേർത്ത് വെക്കുമ്പോഴല്ലേ നമുക്ക് ഈ എക്സ്റ്റേണൽ ഇതുണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട ഇവനെ
നോക്കിയോ ഈ ഡി എസിനെ നമുക്ക് എന്തെഴുതാം, ഈ ഈസ്ക്വൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഇതിൻ്റെ ഗോസസ് തിയറത്തിൻ്റെ പ്രൂഫ് പഠിപ്പിച്ചപ്പോൾ പഠിച്ചതാണ്, ആ സെയിം കൺസെപ്റ്റാണ്. അപ്പോൾ ഇതിനെ നമുക്ക് 4π, ആ ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് 6 ആണ്. അതായത് അതെന്തുകൊണ്ടാണ് ഡി എസിനെ നമ്മൾ എന്തായിട്ട് എടുത്തു, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എന്താണ് സ്പെരിക്കൽ ഗോഷ്യൻ സർഫസ് ഇല്ലേ, സ്പെരിക്കൽ ഗോഷ്യൻ സർഫസ് ആക്കി എടുത്തു. ഓക്കെ, ഇനി ഗോസസ് തിയറം വെച്ച് നമുക്കറിയാം, അക്കോർഡിംഗ് ടു ഗോസസ് തിയറം phi ഈസിക്കൽ എന്താണ് 1/ε0 ഇൻറ്റു ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഇത് ഇക്വേഷൻ 1 എന്നും ഇത് ഇക്വേഷൻ 2 എന്നും കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇക്വേറ്റിംഗ് എന്താണ് 1 ആൻഡ് 2 കൊടുക്കാം. അപ്പോൾ എന്ത് വരും, E ഇൻറ്റു 4πr² ഈസിക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ ε0 എന്ന് വരും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ E ആണ് കണ്ടുപിടിക്കേണ്ടത്, E ഈസിക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ 4πr² ε0 എന്ന് വരും. ഞാൻ ഈ ക്യൂവിനെ സർഫസ് ചാർജ് ഡെൻസിറ്റിയിലോട്ട് മാറ്റുക. ആറുടെ സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ് ഈ കണ്ടക്റ്റിംഗ് സ്പിയറിൻ്റെ ക്യാപിറ്റൽ ആർ റേഡിയസിലുള്ള ഈ കണ്ടക്റ്റിംഗ് സ്പിയറിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ ടേമിലോട്ട് മാറ്റാൻ പോവുക. കാരണം ഇത് ഒരു വലിയ സ്പിയറാണെന്ന് കൺസിഡർ ചെയ്തോണം. അപ്പം നമുക്കതിനെ എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതാം, E ഈസിക്വൽ ടു ഇത് സിഗ്മ ഇൻറ്റു എ ഡിവൈഡ് ബൈ 4πr² ε0 എന്ന് വരും. നമുക്കറിയാം ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ഏരിയ ആണ്. ഈ ഏരിയ എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് കണ്ടക്റ്റിംഗ് സ്പിയർ ആണ്, കണ്ടക്റ്റിംഗ് സ്പിയർ ആണ്. അതെന്താണ്, വിച്ച് വിൽ ബി ഈസിക്വൽ ടു 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്ന് വരും. കാരണം അതിൻ്റെ സർഫസ് ഏരിയ, അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. നമ്മൾ ഈ ഗോഷ്യൻ സർഫസിൻ്റെയാണ് നമ്മൾ സ്മോൾ ആർ വെച്ചെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഈസിക്വൽ ടു സിഗ്മ ഇൻറ്റു ഈ ഏരിയയ്ക്ക് വരെ നമുക്ക് 4, അതും സ്ഫിയർ ആയതുകൊണ്ട് 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്ന് എടുക്കാം, ഡിവൈഡ് ബൈ 4πr² ഇൻറ്റു ε0. ഇവിടെ 4π പോകുമ്പം നമുക്ക് ഔട്ട്സൈഡ് എന്ത് കിട്ടും, ഈ ഔട്ട്സൈഡ് എന്ന് പറയുന്നത് എന്ത് കിട്ടും, സിഗ്മ ക്യാപിറ്റൽ R² ഡിവൈഡ് ബൈ ε0 സ്മോൾ r² എന്ന് നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. ഇതായിരിക്കും അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചു. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. ക്ലിയർ ആണെന്ന് പറയണം കേട്ടോ. എവിടെയെങ്കിലും എഴുതാനുണ്ടെങ്കിൽ കാണിക്കണമെങ്കിൽ പറഞ്ഞാൽ അതും കാണിക്കാം. ഡേബ്രിയ ഓക്കെ ആണോ? Yes, sir. Okay. Abel okay ആണോ? Abel? Sir, the capital A, right? Area. So that's the area of the inner circle, like the sphere. Yeah. നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി എടുത്താണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. നമ്മൾ അന്ന് അവിടെ വരച്ചപ്പോഴേ പറഞ്ഞാണ്, ഒരു സർഫസിൻ്റെയാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി എടുക്കുന്നത്. ഇവിടുത്തെ സർഫസ് ഏതാ, അകത്ത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന കണ്ടക്റ്റിംഗ് സ്പിയറിൻ്റെ സർഫസ് ഏരിയ അല്ല, കണ്ടക്റ്റിംഗ് ഏരിയയുടെ സർഫസ്. അപ്പോൾ അതിൻ്റെ ഏരിയ ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. Yes, sir. Okay. So why is it not like ds? Why is it not ds? Why is it a? I didn't get you. No, sir. Why is it not like ds? Why is it a? Why is it area? Oh, ds is നമ്മൾ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഡി എസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ആ സർഫസിൻ്റെ ഗോഷ്യൻ സർഫസിൻ്റെ ഒരു സ്മോൾ ഏരിയ ആയിട്ടാണ്. We consider A as the total surface area of the conducting sphere. Okay, it's a total. Okay. Yeah. Okay. Total area. Yes, sir. Okay. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ലോവിസിന്, അഭിരാമിന്? No, sir. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയാണെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ഒരു 3-4 ചാപ്റ്റർ തിരിഞ്ഞു നോക്കണ്ട,
എല്ലാം ഇതുമായിട്ട് ബന്ധം വരുന്നതാണ് എല്ലാം അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാവുകയാണെങ്കിൽ ഇപ്പോൾ ഈ സർഫസ് എന്താ, ഏത് സർഫസിൻ്റെയാണ് ഡി എസ് കൺസിഡർ ചെയ്തത്, ഏതിൻ്റെയാണ് ഏരിയ, ഈ ഏരിയ കൺസിഡർ ചെയ്തത്, കൺസിഡർ ചെയ്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ സർഫസ് ചാർജ് ഡെൻസിറ്റി എടുത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ചാപ്റ്റേഴ്സൊക്കെ കുറച്ചുകൂടെ ഒക്കെ എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇനി നമുക്ക് എന്താണ്, ഇപ്പോൾ ഔട്ട്സൈഡ് പോയിൻ്റ് ആയിട്ടുള്ളൂ. ഇനി നമുക്ക് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസ് ഓഫ് ദ കണ്ടക്റ്റിംഗ് സ്പിയർ. അപ്പോൾ ഒരു വ്യത്യാസം നമ്മൾ ഇതൊന്നും ചെയ്ത് നോക്കാൻ വേണ്ട, ഫൈനൽ ഇക്വേഷൻ അതൊരു വ്യത്യാസം വരുത്തിയാൽ മതി. E = സിഗ്മ ക്യാപിറ്റൽ R സ്ക്വയർ ഡിവൈഡ് ബൈ എപ്സിലോൺ 0 സ്മോൾ r സ്ക്വയർ അല്ലേ. സർഫസിലാകുമ്പം അറ്റ് സർഫസ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുമ്പോൾ ആ കൺസിഡർ ചെയ്ത കണ്ടക്റ്റിംഗ് സ്പിയറിൻ്റെ റേഡിയസും സ്മോൾ ആർ എന്ന് പറയുന്നത് നമ്മുടെ ആ ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസുമാണ്. ഓക്കെ, അപ്പം അറ്റ് സർഫസ് ആകുമ്പോൾ എന്താ, സർഫസിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും എന്ത് ചെയ്യും, സെയിം ആവും. അറ്റ് സർഫസ് ആർ സ്മോൾ ആർ ക്യാപിറ്റൽ ആർ ഇസ്ക്വൽ സ്മോൾ ആർ. അങ്ങനെയാണ് എന്ത് ചെയ്താൽ മതി, ദെയർഫോർ ഈ ഈസിക്കൽ നമുക്ക് എന്ത് എഴുതാം, സിഗ്മ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ എപ്സിലോൺ 0 r സ്ക്വയർ ആകുമ്പോൾ എന്താണ്, ഇത് രണ്ടും കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഈ ഈസിക്കലും എന്താ സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് വരും. ഇതായിരിക്കും അവിടുത്തെ എൻ്റെ. ഓക്കെ, ഇനിയും ഇൻസൈഡ് ദ കണ്ടക്റ്റിംഗ് സ്പിയർ. അടുത്ത ലാസ്റ്റ് ഇൻസൈഡ് ദ കണ്ടക്റ്റിംഗ് സ്പിയർ. ഇൻസൈഡ് ദ കണ്ടക്റ്റിംഗ് സ്പിയറിലൊന്നുമില്ല, ഈ ഈസിക്വൽ ടു എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. ഒരിക്കലും കണ്ടക്റ്റിംഗ് സ്പിയറിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ആ പ്രോപ്പർട്ടി പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞതാണ്, നമ്മൾ ഇടിയൊക്കെ വെട്ടുന്ന സമയത്ത് നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുവാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാരണം വണ്ടി ആക്ട് ആസ് എ എന്താണ് ക്ലോസ്ഡ് കണ്ടക്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നമില്ല. തുറന്ന പ്രദേശത്തോ ഇതൊക്കെ പോയി ഇന്നലെ തന്നെ കണ്ടില്ലേ, ഇന്നലെ ഒരു 27-24 വയസ്സുള്ള ഒരു പയ്യൻ മരിച്ചുപോയി. എന്താണെന്നറിയാം, ഇടി വെട്ടിയതാണ്. ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, കണ്ടത്തിലായിരുന്നു. ഇടി വെട്ടിയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു, അത് ഓപ്പൺ ഏരിയ ആണ്. അപ്പം എന്ത് ചെയ്തു, ഫോണും പ്രശ്നമാണ്. കാരണം ഫോണിൻ്റെ എല്ലാം ഈ പറഞ്ഞ പോലെ സിഗ്നൽസ് എല്ലാം എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അല്ലേ. അപ്പം പണി കിട്ടും. അപ്പോൾ ഫോൺ പൊട്ടിത്തെറിച്ച് അങ്ങനെ പുള്ളി മരണപ്പെടുകയുണ്ടായി. ജസ്റ്റ് ഇന്നലെ രാത്രിയിലായിരുന്നു ആ സംഭവം. അപ്പോൾ തുറന്ന ഏരിയ, ഇപ്പം നമ്മൾ തുറന്ന ഏരിയ കാർ കൊണ്ടിട്ടിട്ട് കാറിനകത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ എഫക്റ്റ് ഉണ്ടാകത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കണ്ടക്റ്റിംഗ് സ്പിയറിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ നോക്കിക്കോളൂ, ഇതിൻ്റെ ഒരു ഗ്രാഫ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗ്രാഫ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീർന്നു. നോക്കിക്കോളൂ, അപ്പം നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഗ്രാഫിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് വേഴ്സസ് എന്താണ് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ആ സ്പിയർ വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ കണ്ടക്റ്റിംഗ് സ്പിയർ. ഇത് ഒന്ന് നിങ്ങൾ വരയ്ക്കൊന്നും വേണ്ട, നിങ്ങൾ ഈ ഗ്രാഫ് മാത്രം വരച്ചാൽ മതി, മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആറും മറ്റേ കൺസിഡർ ചെയ്തിരിക്കുന്ന പോയിന്റിൻ്റെ ഡിസ്റ്റൻസ് സ്മോൾ ആറുമാണ്. അതിനെ വെച്ചിട്ടാണ് നമ്മളൊരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്തത്. ഞാനിപ്പോൾ സെൻട്രലാണ് നിൽക്കുന്നത്. സെൻട്രൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, 0 ആണ്. അപ്പം കണ്ടോ, സെൻട്രൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. എവിടം വരെ 0 ആണ്, ഞാൻ ഏബൽ ഇവിടെ നിൽക്കുകയാണ്. ഞാൻ ഏബലും കൂടെ കൈ പിടിച്ച് വേണ്ടി ഇവിടം വരെ വന്നു. ഇവിടം വരെ വന്നപ്പോൾ അതായത് ഈ ഓരോ പോയിന്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടുമ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന് എഫക്റ്റ് ഒന്നുമില്ല, കൂടുന്നൊന്നുമില്ല. കണ്ടോ, 0യിൽ തന്നെ നിൽക്കുകയാണ് ഇലക്ട്രിക് ഫീൽഡ്. എവിടം വരെ വന്നപ്പോൾ, അതായത് ക്യാപിറ്റൽ ആർ ഡിസ്റ്റൻസ് വരെ വന്നപ്പോഴും 0 തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ്. സർഫസിൽ വന്നപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഒരു ഒറ്റ കയറ്റമാണ് മാക്സിമം. ഓക്കെ, പിന്നീട് ഞങ്ങളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇനി ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ എന്ത് ചെയ്യും, ജനറൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ റിലേഷൻ കാണിക്കും. എന്താണ്, ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെ കുറഞ്ഞു. ഇതാണ് ആ ഗ്രാഫ്. അത് വരയ്ക്കാം.
അപ്പം സർഫസിലാണ് ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം എന്നുള്ള കാര്യം ആലോചിച്ച് വെച്ചേക്കുക. ഇതാണ് ഇ മാക്സ് എന്ന് പറയുന്നത്. എഴുതി കഴിഞ്ഞെങ്കിൽ ഒരു 2 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, എഴുതിക്കോളൂ. ഒരു